ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഡ്യൂക്കിൻ്റെ വിശേഷങ്ങളാണ്. നമ്മുടെ TFT സ്ക്രീനിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഡെലിവറി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മുടെ സ്ക്രീനിലൊന്ന് ഒട്ടിച്ച് കാണിക്കാം. അപ്പോൾ ഇതാണ് ആ പ്രോഡക്റ്റ്. അപ്പോൾ ഗൈസ്, ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റിങ്ങും അതുപോലെ റിവ്യൂ ഒക്കെ കണ്ടതുകൊണ്ടാണ് ഈ സെയിം പ്രോഡക്റ്റ് തന്നെ ഓർഡർ ആക്കിയത്. പിന്നെ ഇതിൻ്റെ ഒരു റിയൽ MRP അതിൽ കാണിച്ചിരുന്നത് 699 രൂപയാണ്. ഓഫർ പ്രൈസിൽ നമുക്ക് 186 രൂപയ്ക്കാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ ഈ വണ്ടി എടുത്തതിൻ്റെ നെക്സ്റ്റ് ഡേ മുതൽ തന്നെ ഞാൻ ഈ സ്ക്രീൻ ഗാർഡിന് വേണ്ടിയിട്ട് നടത്തായിരുന്നു. അപ്പോൾ ആദ്യം വണ്ടിയൊക്കെ ഓർഡർ ചെയ്യുന്ന ഷോപ്പിൽ ചോദിച്ചു, അവിടെ കിട്ടിയില്ല. പിന്നെ മൊബൈൽ ഷോപ്പിലൊക്കെ ചോദിച്ചു, അവിടെയും കിട്ടാത്ത സാഹചര്യത്തിൽ ഞാൻ ഹെൽമെറ്റ് ഷോപ്പിൽ വരെ ചോദിച്ചു. എന്നിട്ടും കിട്ടാതെ വന്നുകൊണ്ടാണ് ഞാൻ പിന്നെ എന്തായാലും ഓൺലൈനായിട്ടൊന്ന് തപ്പി നോക്കാമെന്ന് വിചാരിച്ച് ഈ ഒരു പ്രോഡക്റ്റ് ഓർഡർ ആക്കിയത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് പാക്കിങ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കവറും കൂടി ജസ്റ്റ് റിമൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടറിൻ്റെ കൂടെ തന്നെ നമുക്ക് ബബിൾ റിമൂവറും പിന്നെ 2 വൈപ്സും കൂടാതെ ക്ലോത്തും ഒക്കെ കിട്ടും. അപ്പോൾ ഇത് ബബിൾ റിമൂവറാണ്. പിന്നെ വരുന്നത് 2 വൈപ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് 2 വൈപ്സ്. അത് ഗ്രീനും റെഡും ആയിട്ട് 1, 2 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ഗ്രീന് വരുന്നത് വെറ്റ് വൈപ്പും 2 എന്ന് കൊടുത്തിരിക്കുന്നത് ഡ്രൈ വൈപ്പും ആണ്. 2 ടൈമിലായിട്ട് നമുക്ക് വൈപ്പ് ചെയ്യേണ്ടതാണ്. പിന്നുള്ളത് ഒരു ക്ലോത്താണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു TFT ഡിസ്പ്ലേ നല്ല രീതിയിലൊന്ന് തുടച്ച് വൃത്തിയാക്കാം. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ 2 വൈപ്സ് ഉണ്ടല്ലോ, അതിൽ ഈ ഗ്രീൻ വൈപ്സ് അതിൽ ഫസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ നല്ല രീതിയിലൊന്ന് വൈപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഡ്രൈ വൈപ്സ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഒന്നുകൂടി ക്ലീൻ ചെയ്യുക. ഈ ക്ലീൻ ചെയ്ത ഡിസ്പ്ലേയിലോട്ട് നമുക്ക് ഈ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് മുന്നേ ഈ ഒരു ഡിസ്പ്ലേയുടെ എല്ലാ കോർണറും ഓക്കെ ആണോ നോക്കിയതിന് ശേഷം മാത്രം ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ എഡ്ജൊക്കെ നല്ല രീതിയിൽ ഫില്ലാവുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒട്ടിക്കാം. ഈ കോർണറെല്ലാം ഓക്കെ ആക്കിയതിന് ശേഷം നമുക്കിത് ഒട്ടിച്ചിട്ട് ഈ ബബിൾ റിമൂവർ വെച്ച് ഇത് ക്ലിയർ ചെയ്യാം. അതുപോലെ ഈ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ നമ്മുടെ ഈ ഒരു TFT ഡിസ്പ്ലേയിൽ കറക്റ്റായിട്ട് ഫില്ലാവാത്ത പോലെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ചെറിയൊരു ഡിസ്റ്റൻസ് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന് ഇതേ സെയിം അവസ്ഥയാണ് ഉണ്ടായത്. അവനും ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തതാണ്. അതിലും ഇതുപോലൊരു ചെറിയ ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു റിവ്യൂ അതുപോലെ കമൻസിലും ഒക്കെ നോക്കിയപ്പോൾ അതിൽ 250ക്കും അതുപോലെ 390ക്കും 200നും ഒക്കെ ഇത് മാച്ചാണെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്കിപ്പോൾ നോക്കുമ്പോൾ ഇത് ചെറിയൊരു രീതിക്ക് ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടറിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ചെറിയൊരു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇതിലും കവർ ചെയ്യുന്ന വേറെ സ്ക്രീൻ പ്രൊട്ടക്ടർ ഉണ്ടാവുമോ എന്ന് അറിയത്തില്ല. എന്തായാലും ഇത് തന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഫുള്ളായിട്ട് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഫിലിമും കൂടി അങ്ങ് റിമൂവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു TFT ഡിസ്പ്ലേയിൽ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് കാണുന്നവരെ ബൈ ബൈ.